Hello, here I am with a new topic for the day, and the topic is a matter of interest for everybody in this world. Can you guess the topic? Okay, yes, so it's about love. Everybody want to discuss about love, right? Everybody like to be loved, everybody like to love people. So this is a matter of interest for everyone. That's why I chose this topic. Now, it is a very sensitive topic also. ലവ്. നമുക്ക് സ്നേഹം എന്നുള്ളൊരു കാര്യത്തിനോട് ഭയങ്കര അട്രാക്ഷൻ അല്ലേ? എപ്പോഴും നമുക്ക് തോന്നും നമ്മളൊരാളെ സ്നേഹിക്കണം, നമുക്ക് ക്ലോസ് ആയിട്ട് ഒരു ആൾ വേണം എപ്പോഴും. അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് സ്നേഹം റിസീവ് ചെയ്യണം. ഇങ്ങനെ പല പല എക്സ്പെക്റ്റേഷൻസും ഒരു വ്യക്തിക്ക് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഓക്കെ ഓൾസോ. വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. വി ഡു ഹാവ് എക്സ്പെക്റ്റേഷൻസ്. നമുക്കതിനെ മറികടക്കാൻ പറ്റില്ല അല്ലേ? ഒരു പരിധി വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. ബട്ട് ഡെഫിനറ്റ്ലി വി വിൽ ഹാവ് എക്സ്പെക്റ്റേഷൻ. നമ്മളെല്ലാം നോർമൽ മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? കാരണം എല്ലാ എക്സ്പെക്റ്റേഷൻസും നമുക്ക് ലൈഫിൽ മെറ്റ് ആവണമെന്നില്ല. സോ ഹൗ ടു മാനേജ് ദീസ് കൈൻഡ്സ് ഓഫ് എക്സ്പെക്റ്റേഷൻസ്, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ലവ് ഇൻ റിലേഷൻഷിപ്സ്. വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു ടോപ്പിക്കാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉള്ളൊരു ടോപ്പിക്കാണിത്. ദെൻ വൈ ഐ ചോസ്. എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്കും കൂടി പഠിക്കാൻ എളുപ്പത്തിൽ പറ്റുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, ഇറ്റ്സ് നോട്ട് ടു എവറിബഡി. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലി ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. സോ ഇതെനിക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ബിക്കോസ് ഞാൻ ചെറുപ്പം മുതലേ വളരെ വലിയൊരു അറ്റൻഷൻ സീക്കറാണ്. ഐ വോണ്ട് അറ്റൻഷൻ ഓഫ് എവറിബഡി അറൗണ്ട് മീ. അങ്ങനെ ഒരു ആളാണ് ഞാൻ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം ഞാൻ സെൻസിറ്റീവ് ആവും ഈ മാറ്ററിൽ. എനിക്ക് എപ്പോഴും സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഓക്കെ, സ്നേഹിക്കപ്പെടണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? എന്നെപ്പോലെ എന്നോട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമാണ് സ്നേഹിക്കപ്പെടാൻ. നമ്മളൊരാളെപ്പോഴും അറ്റൻഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെക്കുറിച്ച് ചോദിക്കുന്നത് ഇഷ്ടമാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പറയാൻ ഇഷ്ടമാണ് വേറൊരാളോട്. അതുപോലെ തന്നെ വേറൊരാളെക്കുറിച്ച് അറിയാൻ ഇഷ്ടമായിരിക്കും. ഇതൊക്കെ നമ്മുടെ അതേപോലെ തന്നെയാണ് വ്യക്തിബന്ധങ്ങളിലും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ദൂരെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളോടൊക്കെ സംസാരിക്കാൻ തോന്നും. അവർ നമ്മളോടൊരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ എന്ന് തോന്നും. ഇപ്പോൾ ഞാൻ ബഹ്റൈനിലാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നാട്ടിലെല്ലാവർക്കും എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവില്ല കേട്ടോ, ഇതൊക്കെ എനിക്കും ചെയ്യാം അങ്ങോട്ട്. പക്ഷേ എന്നാലും എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, അവരൊന്നും എന്നെ വിളിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻസ് എല്ലാവർക്കും പൊതുവേ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കാരണം എല്ലാവരും അവരുടേതായിട്ടുള്ള ബിസിനസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. സോ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ കൺസിഡറേഷൻ ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ തന്നെ മറക്കും. അപ്പോൾ തിരിച്ചും നമ്മൾ അവർക്കും ആ ഒരു ഓപ്പൺ സ്പേസ് കൊടുക്കണം മനസ്സിൽ. ലൈക്ക് അവർക്കും അവരുടേതായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാവും. സോ മേ ബി മൈ എക്സ്പെക്റ്റേഷൻ മേ ഗോ റോങ്. ഐ മേ നോട്ട് റിസീവ് ഇറ്റ് ഫ്രം ദ പീപ്പിൾ ഹു ആർ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ്സ് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായാൽ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഞാൻ എപ്പോഴും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ, എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം? ചിലപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക, സങ്കടം വരിക. നമുക്ക് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ പോലും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പോലും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർ നമുക്കിത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് അതിൽ നമ്മൾ ഫെയിൽ ആകുമ്പോൾ, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാൻ വിട്ടുപോകും. കാരണം നമ്മുടെ മെൻ്റൽ എനർജി മൊത്തം ഈ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആവും ചില കേസസിൽ. എനിക്കൊക്കെ അങ്ങനത്തെ ഇഷ്ടം പോലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അതിനെക്കുറിച്ച്. ദാറ്റ് യു ക്യാൻ ഗസ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സംഗതിയെ ചെയ്യാനുള്ളൂ. അതായത് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാം. അത് വളരെ എളുപ്പപ്പണിയാണ്. കാരണം നമുക്ക് നമ്മളെ അറിയാം. എങ്ങനെയാണ് സ്നേഹിക്കണം എന്ന് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതായത് മറ്റുള്ളവർ എന്നെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാമല്ലോ. അതായത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാത്ത ഒരാളാവാനല്ല ഉദ്ദേശിച്ചത്. അതായത് വാട്ട് വി വോണ്ട് ടു റിസീവ് ദാറ്റ് വി ക്യാൻ ഗിവ് ടു അവർ സെൽഫ്. അതാണ് ഉദ്ദേശിച്ചത്. ലൈക്ക് നമ്മളുടെ കാര്യങ്ങൾ നമ്മളൊന്ന് ചാനലൈസ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ കപ്പാസിറ്റി എന്താണ്, അതിൽ എത്രത്തോളം നമുക്ക് നമ്മളോട് ചില എക്സ്പെക്റ്റേഷൻസ്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടണം, എനിക്ക് ഇന്ന ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയാൽ നന്നായിരുന്നു, എനിക്ക് കുറച്ചുകൂടി ലോകമൊക്കെ കാണണം. ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും, ആഗ്രഹങ്ങൾ. നമ്മൾ മനുഷ്യനാണല്ലോ, സാധാ മനുഷ്യന്മാരാണ്. കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങൾ ഉണ്ടാവണം ലൈഫിൽ. ചിലപ്പോൾ നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റില്ലായിരിക്കും. സോ വാട്ട് വി ക്യാൻ ഡു ഇൻ ദാറ്റ് സർക്കംസ്റ്റൻസസ്, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടെ? ഒരാളെയും ഡിസ്റ്റർബും ചെയ്യുന്നില്ല, നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിനൊരാളുടെ സഹായം മാത്രം മതി. അതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താ, കുറേയൊക്കെ ടെൻഷൻ നമുക്ക് റിലീഫ് കിട്ടും. നമുക്ക് എക്സ്പെക്റ്റേഷൻസ്, അയ്യോ വെറി, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ലൈക്ക് വി ആർ ഡൂയിങ് തിങ്സ് ടു മേക്ക് അസ് ഹാപ്പി, മേക്ക് അവർ സെൽസ് ഹാപ്പി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കപ്പാസിറ്റി കൂടും. നമുക്ക് മറ്റുള്ളവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ എത്തും ഒരു പോയിന്റ് എത്തുമ്പോൾ. കാരണം നമ്മളെ ഹാപ്പി ആക്കി വെക്കാൻ പഠിച്ചു. അപ്പോൾ നമ്മുടെ ചുറ്റുള്ളവരെ നമുക്ക് ഹാപ്പി ആക്കാൻ ഒരു പരിധി വരെ പറ്റും. ലൈക്ക് വി ക്യാൻ ബി മീറ്റിംഗ് അതർ പീപ്പിൾസ് എക്സ്പെക്റ്റേഷൻസ് ബിക്കോസ് വി ഹാവ് ഗോൺ ത്രൂ ദ സെയിം, റൈറ്റ്? നമുക്കറിയാം, ഇപ്പം നമുക്ക് ഒരാൾ നമ്മളെങ്ങനെ സ്നേഹിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവർക്കും അവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മൾ അവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ നമ്മളെ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനോട്ടുള്ള ഒരു പ്രാക്ടീസ് ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അറ്റ് സം പോയിന്റ് വി വിൽ ബി ക്യാപ്പബിൾ
ഓഫ് ബീങ് സോ ഇൻവോൾവ് വിത്ത് അവർ ലവ്ഡ് വൺസ്. ലൈക്ക് അവർക്ക് വേണ്ട രീതിയിൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നൊരു പൊസിഷനിൽ നമ്മളെത്തും. അപ്പോൾ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളാവും. അപ്പോഴാണ് നമ്മൾ ആസ് എ പേഴ്സൺ കുറച്ചും കൂടി മെച്യൂർ അറ്റൈൻ ചെയ്തു, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉള്ള ഒരാളാണെന്നൊക്കെ മറ്റുള്ളവർ പറയാം. കാരണം എന്താ, നമുക്കൊരാളുടെ നിന്നും വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലേനും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട വിധത്തിൽ സ്നേഹിക്കാനും നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ഒരു പൊസിഷൻ. ഇപ്പോൾ ഇത് പറയുമ്പോഴും ഞാൻ ആ പൊസിഷനിലൊന്നും എത്തിയിട്ടില്ല, ഞാൻ വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ദെൻ വൈ ഐ എം ഡൂയിങ് ദിസ് യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഐ നോ ലൈക്ക് ഇഫ് ദിസ് ക്യാൻ ബി ഡൺ ഇറ്റ് വിൽ ബി പോസിബിൾ വൺ ഡേ. അപ്പോൾ ആ പോസിബിലിറ്റി മനസ്സിലുണ്ട്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് എഫേർട്ട് ഗൈസ്. യു നോ, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും. ചില കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ശരിക്കും അറിയാം, ഇങ്ങനെ പോയാൽ നല്ലതാവും, പക്ഷേ അങ്ങനെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയെല്ലാം നമ്മൾ വിചാരിച്ച രീതിയിൽ പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെന്താ ഒരു ത്രില്ലുള്ളത്. ലൈഫിൽ എപ്പോഴും ചലഞ്ചിങ് ആവണം. ലൈഫ് വളരെ സ്മൂത്ത് റോഡിൽ കൂടെ പോയാൽ നമുക്ക് തന്നെ ബോറടിക്കും. കുറച്ചൊക്കെ ചാലഞ്ചസ് നല്ലതാണ് ലൈഫിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായ വിഷയമാണ്. സ്നേഹിക്കപ്പെടുക, ഇതൊക്കെ വളരെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ മേ ബി വി ക്യാൻ കണക്ട് ലവ്. ആ ലവ് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ ലൈഫിൽ എന്താ അർത്ഥമുള്ളത്? സോ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഒരാളെ സ്നേഹിച്ചിരുന്നില്ലെങ്കിലും അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ലെങ്കിലും ആരും നമ്മളെ സ്നേഹിക്കില്ല എന്ന് നമുക്ക് തോന്നിയാൽ പോലും ആ സിറ്റുവേഷനിലടക്കം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു കോർണറിൽ നമ്മളെപ്പോഴും സ്നേഹം എന്നുള്ളൊരു ഇമോഷൻ, ദാറ്റ് ദർ ഷുഡ് ബി സ്പേസ് ഫോർ ഇറ്റ്. എത്ര ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മളൊക്കെ ടീനേജ് കഴിഞ്ഞ് അഡോളസെൻ്റ് കഴിഞ്ഞ് ഇങ്ങനെ മെച്യൂരിറ്റിയിൽ അറ്റൈൻ ചെയ്ത് ഓരോ ഇയേഴ്സ് കഴിഞ്ഞാൽ പോകുന്ന ആൾക്കാരാണ്. ചില സിറ്റുവേഷൻ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ കുറേ ലവ് ഫെയിലിയർ ആകുമ്പോൾ നമുക്ക് ബോറടിക്കും. ഇനിയിപ്പോൾ മനുഷ്യന്മാരെ സ്നേഹിച്ചിട്ടൊന്നും കാര്യമില്ല. ബട്ട് ആ ആറ്റിറ്റ്യൂഡ് ലൈഫിൽ നമ്മളെ തന്നെയാണ് വാല്യൂലെസ് ആക്കി മാറ്റുക, ക്യാരക്ടർലെസ് ആക്കി മാറ്റുക. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു ഗോളിൽ ആളുകളോട് സ്നേഹം കാത്തു സൂക്ഷിക്കണം, ട്രസ്റ്റ് കാത്തു സൂക്ഷിക്കണം. നമുക്ക് ചിലപ്പോൾ ഈ ട്രസ്റ്റൊക്കെ ജീവിതത്തിൽ പല സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവും. ലൈക്ക് നമ്മുടെ ട്രസ്റ്റൊന്നും നമ്മുടെ ചുറ്റുള്ളത് ചിലപ്പോൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ പല നെഗറ്റീവ് സിറ്റുവേഷനിലും ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും നമ്മൾ. പക്ഷേ നമ്മളെ ഹാർട്ടിൽ നമ്മളെ പ്യൂരിഫൈ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ലൈക്ക് ഹൂ വി ആർ ആസ് എ പേഴ്സൺ, അത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ ഒരിക്കലും സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയൊക്കെ ഗോ ത്രൂ ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ ആവാം. ഇല്ല, ആ ലൈസൻസ് നമുക്ക് ആരും തന്നിട്ടില്ല. നമ്മൾ ആസ് എ സർട്ടൻ വേ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. സിറ്റുവേഷൻസ് എങ്ങനെയോ വന്നോട്ടെ, അതാണല്ലോ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ. ലൈക്ക് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ എപ്പോഴും റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം, നോട്ട് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻസ്. ഏത് സിറ്റുവേഷൻസിലും ഏത് എന്താ പറയുക അവസ്ഥയിലും നമുക്ക് നമ്മളുടെ ഒരു സ്പേസ്, നമ്മൾ ആസ് എ വ്യക്തി നമ്മൾ എങ്ങനെയാണ് അതിനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന പോയിന്റിൽ കുറേയൊക്കെ നമ്മൾ നമ്മുടെ നീഡ്സിനെ മറക്കും. അത് വെച്ചിട്ട് നമ്മളെ അബാൻഡൻ ചെയ്യണം എന്നുള്ളതല്ല, നമ്മുടെ നീഡ്സിനെ അബാൻഡൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളോട് എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരിലുള്ള എക്സ്പെക്റ്റേഷൻ ഒരു പരിധി വരെ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല ലൈഫിൽ. പിന്നെ ബാക്കിയൊക്കെ ലൈക്ക് റിലേഷൻഷിപ്പിലൊക്കെയോ എനിക്ക് സെറ്റ് ആവുന്നില്ല ചില കാര്യങ്ങൾ, ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് സെറ്റ് ആവുന്ന ലൈഫിൽ, അതെനിക്ക് വേണ്ട എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ് കോൾ. നത്തിങ് റോങ് ഇൻ ദാറ്റ്. അതിപ്പോൾ എത്ര ക്ലോസ് സ്പേസിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീരെ വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ പിടിച്ച് തൂങ്ങി നിൽക്കരുത്. ഞാൻ അതിൻ്റെ ലൈഫ് കൊണ്ടും പ്രൂവ് ചെയ്ത ഒരാളാണ്. സോ ഈ പറയുന്ന നിമിഷത്തിൽ എന്നെ അറിയാവുന്ന ഫ്രണ്ട്സിന് അത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് ഒട്ടും സ്യൂട്ടബിൾ ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ബോധേഡ് ആവാതിരിക്കുകയാണ് നല്ലത്. കാരണം പിന്നെ അതിൽ കടിച്ചു തൂങ്ങി കുറേ വർഷങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്ത് നമ്മുടെ എനർജി മൊത്തം ഡ്രെയിൻ ചെയ്യുന്നതിലും ഭേദം രണ്ടുപേരും പരസ്പരം കൈകൊടുത്ത് പിരിയുന്നതാണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, എസ്പെഷ്യലി വെൻ ഡീലിംഗ് വിത്ത് സോ ക്ലോസ് റിലേഷൻഷിപ്സ്. ഇതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, മാരേജ് ആണെങ്കിലും ശരി, നമുക്ക് ഒട്ടും യോജിച്ച് പോകാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ കുറച്ച് വേർപിരിഞ്ഞിരുന്നാലാവും സമാധാനം. അപ്പോൾ ആ വേർപിരിയൽ അവിടെ അത്യാവശ്യമായിട്ടൊരു ഘടകമായിട്ട് മാറും. ദാറ്റ് ഈസ് ഓക്കെ ഗൈസ്. ദൂരെ ഇരുന്നിട്ട് നമുക്ക് സ്നേഹിക്കാം, അല്ലേ? നമുക്ക് പ്രയേഴ്സ്, വി ക്യാൻ ഡു പ്രയേഴ്സ്, ലൈക്ക് we can like send our telepathy towards those kind of people. Like we can bless them in our heart. We are not someone great to bless, but we can have good thoughts for them. That is also a kind of love in my opinion. So മാക്സിമം ചുറ്റുള്ളവരടുത്ത് നമുക്ക് ഉള്ള, അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ചുരുങ്ങി നല്ല നല്ല ബന്ധങ്ങളുണ്ടാവും, അല്ലേ? നമ്മൾ കീപ്പ് ചെയ്യുന്ന ക്ലോസ് ടു ഹാർട്ടായിട്ട് അത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. മാക്സിമം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവർക്ക് നമ്മളോട് എന്ത് ചെയ്യണം അതിലല്ല നമ്മൾ പിടിച്ചു തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം അത് ഡെലിവർ ചെയ്യുക. ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ. ബാക്കി നമുക്ക് ഒരു കർമ്മഫലത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളുടെയും ഫലമാണ് നമുക്ക് നാളെ വരിക. അപ്പോൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. ലവ് will come into your way. Okay, you be that love. That's my message for today. You be that love. You radiate love towards the people around you. That's all guys. Bye, take care.